പൂക്കുലയില് തേനുണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ചുറ്റനെല്ലാം അങ്ങ് താഴെ കാഴ്ച കണ്ടു. കടൽ വാരിയിലെ പഴം പഴുത്ത് തുടുത്തു കിടക്കുന്നു. ചിപ്പൻ വാലും കുലുക്കി തെങ്ങിൽ നിന്നും കടൽ വാരിയിലേക്ക് ഒറ്റ ചാട്ടം. 2 പഴങ്ങൾ ഉള്ളിലാക്കി കഴിഞ്ഞു. ഓർത്തത് മഴക്കാലമാണ് കഴിഞ്ഞത്. പഴങ്ങൾ കുറച്ച് ശേഖരിച്ചു വെച്ചാൽ പട്ടിണി കൂടാതെ കിടക്കാം. ചിപ്പൻ അധികം പഴുക്കാത്ത പഴങ്ങൾ ഓരോന്നായി എടുത്ത് കൊന്ന മരത്തിന്റെ പൊത്തിനുള്ളിൽ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചു. പിറ്റേന്ന് പതിവ് പോലെ ചിപ്പൻ തന്നെ തെങ്ങിൻ പൂക്കുലയിലെ തേനുണ്ണാൻ പോയി. ഈ നേരത്താണ് ചുക്കുൽ മരം കൊത്തി കൊന്ന മരക്കൊമ്പത്ത് വന്നിരുന്നത്. നല്ല തടിയെടുക്കണം, കൂടി ചമക്കണം. ചുക്കുൽ മരം കൊത്തി കൊന്ന മരത്തിലേക്ക് ആഞ്ഞു കുത്തി. ടക്ക് ടക്ക് ടക്ക്. ഹായ്, പഴത്തിന്റെ നല്ല മണം. ചുക്കുൽ മരം കൊത്തി തൊട്ടടുത്ത് കണ്ട പൊത്തിനുള്ളിലേക്ക് പഴം എത്തിച്ചു നോക്കി. നിറയെ വാഴപ്പഴങ്ങൾ. ഒരു മൂത്ത ചുക്കുൽ മരം കൊത്തി ആരും കാണാതെ പാത്തും പതുങ്ങിയും ആ പഴങ്ങൾ ഓരോന്നായി എടുത്ത് കൊത്തെടുത്ത് തന്റെ കൂട്ടിൽ കൊണ്ടുപോയി. ഒരു തടിയിൽ കൂട്ടിയിരുന്ന ചൊട്ടി നോക്കുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അമ്പടാ ചുക്കു, നീ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ചുക്കുൽ മരം കൊത്തി